إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാഹചര്യങ്ങളിലുമെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതേതോ കാര്യങ്ങളും അത് ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഭൂരിഭാഗം കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാറുള്ളത്. അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നാം ചെയ്യാറുള്ളത്. ഇനി അതല്ല അറിവില്ലായ്മയിലൂടെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യുന്നതെങ്കിൽ ഗുരുതരമായ പിഴവുകളൊക്കെ അതിൽ സംഭവിക്കാൻ കാരണമാകും എന്നും നമുക്കറിയാവുന്നതാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ തലക്ക് വലിയ ഒരു മുറിവേറ്റ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്.
അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ആ തലക്ക് മുറിവേറ്റ, ഗുരുതരമായ മുറിവേറ്റ ആ സ്വഹാബിയെ പരിചരിക്കാൻ ചില ആളുകൾ മറ്റു സ്വഹാബികളോടുണ്ട്. എന്നാൽ പരിചരിക്കാൻ സാധിക്കാതെ ആ തലക്കു മുറിവേറ്റ സ്വഹാബി മരണപ്പെടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, ഖതലൂഹു ഖതലഹുമുല്ലാഹ്. ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ സ്വഹാബിയെ കൊന്നുകളഞ്ഞവരാരാണോ ആ ആളുകൾ അള്ളാഹു ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് വെറുക്കട്ടെ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് പറയുന്നത്, അലാ സഅലു ഇസ്ലം യഅലമു. അവർക്ക് പരിചരിക്കാൻ അറിയുമായിരുന്നില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കാമായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. നിശ്ചയമായും തീർച്ചയായും അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള മരുന്ന് അത് ചോദിച്ചറിയുക എന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വല്ലാത്തൊരു നിമിഷത്തിൽ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു അധ്യാപനം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിൽ അള്ളാഹു കർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള, ഇബാദത്തായി ആരാധനയായി നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഏതേത് കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് അവിടെ കാണാം. നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലയോ, നിങ്ങൾ എങ്ങനെയാണോ ഞാൻ നമസ്കരിക്കുന്നത് കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുവാൻ. ആ നമസ്കാര രീതികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ നമസ്കരിക്കണം. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, ഖുദൂ മിന്നി മനാസികകും. എങ്ങനെയാണോ ഞാൻ ഹജ്ജ് നിർവഹിക്കുന്നത് നിങ്ങൾ കണ്ടത് അതിനെ മുറുകെ പിടിക്കുക, അതുപോലെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ പകൽ മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് അവർ നോമ്പ് നോൽക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും അവർക്കില്ല, യാതൊരു പ്രതിഫലവും അവർക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ചില ആളുകൾ നമസ്കരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഉറക്കം അത് പോകുന്നു എന്നല്ലാതെ ആ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവും പ്രതിഫലവും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ചും രാത്രി നമസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ചും നമുക്ക് പറഞ്ഞതായി നമുക്ക് കാണാം. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം അവർക്ക് കൃത്യമായ ആ ഒരു വിഷയത്തിൽ എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെയാണ് നാം നോമ്പ് നോൽക്കേണ്ടത്, ആ എന്റെ നോമ്പിൽ പാളിച്ചകൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ അറിവോടുകൂടി നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ നോമ്പ് നമുക്ക് കിട്ടും. അതല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പകലിൽ മുഴുവൻ പട്ടിണി കിടക്കുകയും അതുകൊണ്ട് പിന്നീട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആളുകളെ പോലെ അവരായിത്തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണയും ബോധവും അറിവും നമുക്കുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. റമദാനിലെ നോമ്പുകൾ, സൗം എന്ന അറബി വാക്ക് അതിന്റെ ലുഗവിയായ മറ്റൊരു അർത്ഥം നമുക്ക് കാണാം. അൽ ഇംസാക്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അതിനർത്ഥം എന്ന് നമുക്ക് കാണാം. ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറിയം ബീവിയുമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഫകുലി വശ്റബി വഖർരി ഐനാ. അല്ലയോ മറിയം, താങ്കൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, അതുപോലെ തന്നെ കുടിച്ചുകൊള്ളുക, താങ്കൾക്ക് കൺകുളിർമ കിട്ടുന്നത്രയും താങ്കൾ അത് ചെയ്തുകൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇമ്മാ തറയന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി. ഇനി ആരെങ്കിലും മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും മറിയമേ താങ്കളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറിയം താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? ഇന്നി നദറതു ലിർറഹ്മാനി സൗമാ.
പരമകാരുണ്യകനായ അല്ലാഹുവിന് വേണ്ടി ഞാൻ വ്രതമനുഷ്ഠിച്ചിരിക്കുകയാണ്, നോമ്പ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്നേ ദിവസം ഞാൻ സംസാരിക്കുകയില്ല എന്ന് താങ്കൾ പറയണം എന്ന് മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അൽ ഇംസാക്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ലിഅന്നഹു ഇംസാക് അനിൽ കലാം, നമ്മൾ സംസാരത്തെ പിടിച്ചു വെക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നോമ്പിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ സംസാരത്തെ പിടിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നോമ്പനുഷ്ഠിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മളുടെ ചീത്തയായ സംസാരങ്ങൾ നമ്മൾ പിടിച്ചു വെക്കണം. നാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ചുകൊണ്ട് നമ്മൾ പറയണം. നമ്മളുടെ വായിൽ നിന്ന് ചീത്തയായ സംസാരങ്ങൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ പാനീയ പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ ശുദ്ധിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശർഈയായി നോമ്പ്, അതിന്റെ സൗമ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. ബിൽ ഇംസാകി അനിൽ അകലി വശർബ്, പാനീയങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ്. എവിടുന്ന്? മിൻ തുലൂഇൽ ഫജ്ർ, സൂര്യൻ അത് ഉദിച്ചത് മുതൽ ഇലാ ഖുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പൊ നമ്മളുടെ ഭക്ഷണ പാനീയങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ സംസാരം, അനാവശ്യ സംസാരം, അതുപോലെ തന്നെ ലൈംഗിക ശുദ്ധി, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം റമദാനിലെ ഓരോ നോമ്പുകളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. നമുക്കറിയാം, മുൻകഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നോമ്പ് അത് ആശുറാഇന്റെ നോമ്പാണ്. പിന്നീട് റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. എന്നാൽ ആ റമദാൻ നൽകുമ്പോഴും റമദാനിലെ നോമ്പ് നൽകുമ്പോഴും അതിൽ ചോയ്സ് ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് എടുക്കാം, ഇനി എടുക്കാൻ വയ്യാത്ത ആളുകൾക്ക്, അല്ലാണ്ട് വേണ്ടാത്ത ആളുകൾക്ക് അവർക്ക് അന്നം കൊടുത്തുകൊണ്ട് അത് വീട്ടാം എന്നൊക്കെ നമുക്ക് കാണാം. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു. ആ മാസത്തിൽ ആരൊക്കെ ആ മാസത്തെ സാക്ഷിയായിക്കൊണ്ട് ആ മാസത്തിലുണ്ടോ, റമദാൻ മാസത്തിലുണ്ടോ, എല്ലാ ആളുകളും നിർബന്ധമായി നോമ്പ് പിടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6 വിഭാഗത്തെ കുറിച്ച് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. അതിലൊന്നാമത്തത് ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധം? ഒന്നാമത്തത് മുസ്ലിമായ മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് മുസ്ലിമായവരിൽ തന്നെ പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം, അവർക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രായപൂർത്തിയെത്തുന്ന പ്രായം അത് 18 വയസ്സാണോ? അല്ല, അതിനെത്രയോ മുമ്പ് കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നുണ്ട്. അപ്പോ ആ പ്രായപൂർത്തി എത്തിയ അന്നു മുതൽക്ക് ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനിനെ, അവന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് ബുദ്ധിയുള്ളവരായിരിക്കണം. ബുദ്ധിയില്ലാത്ത മജ്നൂനായ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമല്ല. അതുപോലെ തന്നെ നാലാമത് നമ്മളെ പഠിപ്പിക്കുന്നത് യാത്രയിൽ ഇല്ലാത്ത ആളുകളായിരിക്കണം. യാത്രയിൽ ഉള്ള ആളുകളാണെങ്കിലോ, മുസാഫിർ ആണെങ്കിലോ, യാത്രക്കാരനാണെങ്കിലോ, നമ്മൾ യാത്രക്കാരനാണെങ്കിൽ നോമ്പ് ആ സമയത്ത് നമുക്ക് പിടിച്ച് പിന്നീട് വീട്ടാനുള്ള ഇളവുകളുണ്ട്. അപ്പോ യാത്രക്കാരനല്ലാത്തൊരവസ്ഥയിലാണെങ്കിലും നമുക്ക് നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ അഞ്ചാമത് നമ്മളെ പഠിപ്പിക്കുന്നത് ആരോഗ്യമുള്ളവർ എന്നുള്ളതാണ്. ആരോഗ്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇളവുകളുണ്ട്. ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആറാമത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ, അതുപോലെ തന്നെ പ്രസവ രക്തം, ഇതിൽ നിന്നുമെല്ലാം ശുദ്ധിയായിരിക്കണം. എന്നാൽ ഇതിൽ നിന്നെല്ലാം അശുദ്ധിയായ ഒരു അവസ്ഥയിലാണെങ്കിൽ അവർക്കും നോമ്പ് നിർബന്ധമല്ല, എന്നാൽ ശുദ്ധിയാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോ ഈ 6 കാര്യങ്ങൾ ഇത്
ഈ 6 കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആയിട്ട് തന്നെ അവൻ പ്രായപൂർത്തിയാകണം, ബുദ്ധിയുള്ളവനായിരിക്കണം, യാത്രക്കാരനാവാൻ പാടില്ല, ആരോഗ്യമുള്ളവനാകണം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ പ്രസവ രക്തങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയായിരിക്കും. ഈ 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു മുഖ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ റമദാനിലെ നോമ്പ് അവന് നിർബന്ധമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ആ റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയാണ് ആ റമദാൻ നമ്മൾ പിടിക്കേണ്ടത്, ആ നോമ്പ് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം എന്നുള്ളത് റുഅയതു ഹിലാലി റമദാൻ, റമദാനിലെ ഹിലാൽ അത് നമ്മൾ കാണുക തന്നെ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വലൗ മിൻ വാഹിദിൻ അദ്ൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസ്തനായ ഒരാൾ കണ്ടാൽ തന്നെ ആ റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് തുടങ്ങാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അതല്ല, നമ്മൾ റമദാനിൽ ആ ശഅബാനിന്റെ അവസാനത്തിൽ 29 നമ്മൾ ഹിലാൽ കാണുന്നില്ല. അങ്ങനെയാണെങ്കിലോ ഇത്മാമി ശഹരി ശഅബാനി 30 യൗമൻ, ശഅബാൻ 30 പൂർത്തിയാക്കിയിട്ട് പിന്നീട് റമദാൻ തുടങ്ങണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, നിങ്ങൾ ഹിലാൽ കാണാതെ, നിങ്ങൾ കാണാതെ, മാസപ്പിറവി നിങ്ങൾ കാണാതെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലാ തുഫ്തിറു ഹത്താ തറവുൽ ഹിലാൽ, അതുപോലെ തന്നെ ഹിലാൽ കാണാതെ, മാസപ്പിറവി കാണാതെ നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ തുടക്കത്തെയും റമദാനിന്റെ ഒടുക്കത്തെയും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. എന്നാൽ ചക്രവാളങ്ങൾ തെളിയാത്ത ഒരവസ്ഥ വരികയാണ്, ആ ഹിലാൽ കാണാത്ത ഒരവസ്ഥ നമുക്ക് തീരെ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അവിടെ നമുക്ക് സാഹചര്യം നോക്കിക്കൊണ്ട് കണക്കുകൾ കൂട്ടി നിങ്ങൾ നോക്കുക എന്നൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാം. ഇനി സംശയ ദിവസങ്ങളിലുള്ള നോമ്പ് അതെങ്ങനെയാണ്? റമദാനായിട്ടുമില്ല, ശഅബാനിലാണ്, അവസാന ഘട്ടങ്ങളിലാണ്. അവിടെ നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത്? മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ലാ തുഖദ്ദിമു അശ്ശഹറ ഹത്താ തറവുൽ ഹിലാല വലൗ ഔ തുകമ്മിലു അൽ ഇദ്ദ. അവിടൊക്കെ ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതായത് നമ്മൾ ഹിലാല് കാണാതെ നമ്മൾ എന്ത് ചെയ്യരുത്? റമദാൻ തുടങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. ഇനി അതല്ല, ഹിലാല് കാണാത്ത ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ ശഅബാനിലെ 30 കൂടി പൂർത്തിയാക്കിയതിനു ശേഷം അതിനുശേഷമുള്ള ദിവസം നിങ്ങൾ റമദാൻ തുടങ്ങുക എന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് നമുക്ക് കാണാം, മൻ സ്വാമൽ യൗമ അല്ലദീ, നിങ്ങളിൽ ഒരാൾ ശക്കുള്ള ഒരു ദിവസം നോമ്പ് നോൽക്കുകയാണ്. യുശക്കു, നിങ്ങളിൽ ഒരാൾ ശക്കുള്ള സംശയമുള്ള ഒരു ദിവസം, അവസാന നിമിഷങ്ങളിൽ ശഅബാനിന്റെ അവസാന നിമിഷങ്ങളിൽ റമദാനാണോ ശഅബാനാണോ എന്നൊന്നും തിരിച്ചറിയാത്ത ആ നിമിഷങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഖദ അസാ അബുൽ ഖാസിം, നിങ്ങൾ അബുൽ ഖാസിമിനെ എതിരെ നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആരാണ് അബുൽ ഖാസിം? റസൂലുള്ളാഹിയുടെ മറ്റൊരു പേരാണ് അബുൽ ഖാസിം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിച്ചു. എങ്ങനെയാണെങ്കിൽ ആ സംശയമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ തുടർച്ചയായി കൊണ്ട് നോമ്പ് നോറ്റു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതും അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. ഇനി ആ റമദാനിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി എന്ന് തുടങ്ങുന്ന വസ്സലാമി വൽ ഇസ്ലാമി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ആ റമദാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ റമദാനിലെ ഓരോ നോമ്പുകളും അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് നമുക്കറിയാം. കാരണം ആ നിയ്യത്തില്ല എങ്കിൽ ആ റമദാൻ ശൂന്യമാണ്, ആ ഓരോ നോമ്പുകളും ശൂന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ എന്നുള്ളത് അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ കർമ്മങ്ങൾക്കും
അള്ളാഹു പ്രതിഫലം നൽകുന്നത് അത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നെയ്യത്തില്ലാതെ യാതൊരു തരത്തിലുമുള്ള പ്രതിഫലവും അതിന് നൽകപ്പെടില്ല എന്നുള്ളതാണ്. നമുക്ക് കാണാം, മുൻഗാമികളായ പണ്ഡിതന്മാരെ നമുക്ക് കാണാം, ലാ യസ്ഹു സ്വൗമു ബിദൂനി നിയ്യ, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിയ്യത്തില്ലാതെ ഒരു നോമ്പില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. വദാലിക ബിഇത്തിഫാഖിൽ മദാഹിബി വൽ ഫിഖ്ഹിയ അൽ അർബഅ, 4 കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞതാണ്, നോമ്പ് എന്നുള്ളത് അതിന് നിയ്യത്തില്ല എങ്കിൽ ആ നോമ്പ് അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് നമുക്കുണ്ടാകണം. ഫജ്റിന്റെ സുബ്ഹ് ആദാനിന് മുമ്പ്, ബാങ്കിന് മുമ്പൊക്കെ നമുക്ക് നിയ്യത്ത് വെക്കാവുന്നതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായമാണ്. നിയ്യത്തില്ല എങ്കിൽ നോമ്പില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് നോമ്പിനുള്ള നിയ്യത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നത്? സൂര്യൻ അത് അസ്തമിച്ചത് മുതൽ അടുത്ത ദിവസം സൂര്യൻ അത് ഉദിക്കുന്നത് വരെ നമുക്ക് നിയ്യത്ത് വെക്കാനുള്ള സമയമാണ്. അവിടം വരേക്കും നമുക്ക് നിയ്യത്ത് വെക്കാം. നമുക്ക് കിടക്കുമ്പോ, രാത്രി കിടക്കുന്നതിനിടയിൽ നമുക്ക് നിയ്യത്ത് വെക്കാം. രാവിലെ അത്താഴത്തിന് എണീക്കുമ്പോ, ബാങ്കിന് മുമ്പൊക്കെ നമുക്ക് നിയ്യത്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നാട്ടിൽ നമുക്ക് കാണാം, ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ ഉറക്കെ ആ രാത്രികളിൽ ആ നിയ്യത്ത് ഇങ്ങനെ ഉറക്കെ പറയുകയും എന്നിട്ട് മറ്റുള്ള കൂടെയുള്ള ആളുകൾ അതിങ്ങനെ കൂടെ ചൊല്ലുകയും അങ്ങനെ ഒരു അനാചാരമൊക്കെ ഇന്ന് നമുക്ക് കാണാം. അത് ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് എന്നുള്ളത് അത് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിന്റെ സമയം എന്നുള്ളത് അത് സുബ്ഹി ആദാനിന് മുന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ ഒരു രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമളാനിൽ നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ നോമ്പുകൾ അത് ദുർബലമായി പോകുന്ന ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതിൽ 2 തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, നമ്മളുടെ നോമ്പ് ദുർബലമാവുകയും എന്നാൽ പിന്നീട് അത് ഖളാ വീട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. 2, നോമ്പ് അത് ഖളാ വീട്ടുകയും ചെയ്യണം, പിന്നീട് അതിനുള്ള പ്രായശ്ചിത്തവും ചെയ്യേണ്ട സാഹചര്യം. അതിലൊന്നാമത്തേത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അൽ ജിമാ. ജിമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ റമളാനിലേക്ക് കടന്നു, റമളാനിന്റെ നോമ്പിലുണ്ട്, രാവുകളിലുണ്ട്, പകലിലുണ്ട്. അങ്ങനെ റമളാനിന്റെ പകലിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ലൈംഗികമായ ബന്ധത്തിൽ ഒരു മനുഷ്യൻ ഇടപെടുകയാണ്. അത്തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഒരു മനുഷ്യൻ ഹലാലായ രൂപത്തിൽ, അല്ലെ, തന്റെ ഭാര്യയുമായി ഹലാലാണ്. പക്ഷെ അതെന്താണ്? അത് നമുക്ക് റമളാനിലെ പകലിൽ അത് ഹലാലല്ല എന്നുള്ളതാണ്. എന്നാൽ ആ റമളാനിന്റെ പകലിൽ പോലും തന്റെ ഭാര്യയുമായി ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അന്നത്തെ ദിവസത്തെ അവന്റെ നോമ്പ് അത് ദുർബലമായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ നോമ്പ് വീട്ടുകയും ചെയ്യണം. അതിന് കഫാറത്തായിക്കൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ട് 60 ദിവസം നോമ്പ് നോൽക്കുക. അതല്ല എങ്കിൽ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം ഗൗരവമാണ്. ഒന്നില്ലെങ്കിൽ 60 ആ നോമ്പ് നമ്മൾ എന്തായാലും പിടിച്ചു വീട്ടണം. അതിനു പുറമെ 60 മിസ്കീനുകൾക്ക് ഒന്നില്ലെങ്കിൽ ഭക്ഷണം നൽകണം. അല്ലെങ്കിൽ 2 മാസക്കാലം 60 ദിവസം നമ്മൾ നോമ്പ് നോൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് അതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് അൽ ഇസ്തിംനാ, സ്വയംഭോഗം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീച പ്രവൃത്തികൾ അത് റമളാനിന്റെ രാവുകളിൽ വന്നുപോയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ തിന്മയാണ്, ഗുരുതരമായ ശിക്ഷയാണ്. അവന്റെ അന്നത്തെ റമളാനിലെ ആ നോമ്പ് അത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയുവാൻ. അതുപോലെ തന്നെ ഉറക്കത്തിലുള്ള സ്വപ്നസ്ഖലനങ്ങളാണെങ്കിൽ അതിൽ പ്രയാസങ്ങളില്ല. അതുകൊണ്ട് റമളാനിന്റെ നോമ്പിന് കോട്ടം സംഭവിക്കുകയില്ല എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ അൽ അക്കലു വൽ ശറബ്, നമ്മളുടെ പാനീയവും ഭക്ഷണവും അതൊരു മനുഷ്യൻ റമളാനിന്റെ പകലുകളിൽ അവൻ കരുതി കൂട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ തിന്മയാണ് എന്ന് തന്നെയാണ്. പിന്നീട് അത് നമ്മൾ പിടിച്ചു വീട്ടുകയും വേണം. എന്നാൽ ഒരു മനുഷ്യൻ അവൻ മറന്നുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു അവന് ഭക്ഷണം നൽകിയതാണ്, അതുകൊണ്ട് തന്നെ അവൻ അന്നത്തെ നോമ്പ് അത് പിടിച്ചു വീട്ടട്ടെ എന്നുള്ളതാണ്. അല്ലെ, പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറന്നുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങളില്ല. എന്നാൽ കരുതി കൂട്ടിക്കൊണ്ട് ഒരു വ്യക്തി അവൻ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുതരമായ തിന്മയാണ്. അവന്റെ റമളാനിലെ ആ നോമ്പിനെ അത് ദുർബലമാക്കും എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നാലാമത്തേത് മാ കാന ബിമഅന അൽ അക്ൽ വശറബ്, ഈ
ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ പാനീയത്തിന്റെയും അതേ ദറജയിൽ വരുന്ന ചില കാര്യങ്ങൾ, അതേ പദവിയിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പോഷക ആഹാരങ്ങൾ അല്ലെ, പല രൂപത്തിലും ട്രിപ്പിട്ടൊക്കെ നമ്മൾ ന്യൂട്രീഷൻസ് ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന, ഡയറക്റ്റ് വയറിലേക്ക് അല്ലെങ്കിലും ശരീരത്തിന്റെ പല ഭാഗത്തിലേക്കും എത്തി അത് നമ്മളുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ റമദാൻ മുറിക്കാൻ കാരണമാകും. എന്നാൽ കർമ്മശാസ്ത്രപരമായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമ്മളുടെ ശരീരത്തിന് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് മാരക രോഗമാണ്, ആ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, അഞ്ചാമത്തേത് യുദ്ധം, രക്തം പുറത്തു വരിക എന്നുള്ളത്. അതില് രണ്ട് അവസ്ഥകൾ നമുക്ക് പ്രധാനമായും കാണാൻ നമുക്ക് സാധിക്കും. അതിലൊന്ന് കൊമ്പുവെക്കലാണ്, ഹിജാമ ചികിത്സയാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്നൊക്കെ പഠിപ്പിച്ച ആ ഒരു ഹിജാമ, അപ്പൊ പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളാണ്. ഹിജാമ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ റമദാനിലെ രാവുകളിൽ പകലുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നോമ്പ് മുറിയും, എന്നാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാം. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വിഷയത്തിലും ഇതേ രണ്ടഭിപ്രായക്കാരെയും നമുക്ക് കാണാം. എന്നാൽ നമുക്ക് നമ്മളുടെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നാം ചെയ്യേണ്ടതെന്നാൽ റമദാനിലെ നോമ്പുള്ള പകലുകളിൽ നമ്മൾ ഹിജാമ പോലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അവസ്ഥകളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അല്ലെങ്കിൽ റമദാനിലെ നോമ്പ് മുറിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ. അപ്പോ ആ ഒരു നോമ്പുള്ള സമയത്ത് ഹിജാമ ചികിത്സയോ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ചെയ്യാതിരിക്കാൻ പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആറാമത്തേത് മനഃപൂർവ്വം വായിലേക്ക് ഒക്കെ വിരലിട്ടുകൊണ്ട് ഛർദ്ദിക്കുന്ന ഒരവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ടും റമദാനിലെ നോമ്പ് മുറിയും എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏഴാമത്തേത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവമോ അതുപോലെ തന്നെ പ്രസവരക്തമോ ആയിട്ടുള്ള അശുദ്ധി ബാധിക്കുന്ന അവസരങ്ങളിൽ അവര് നോമ്പ് തുറക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിനിടയിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ പോലും അന്നത്തെ നോമ്പ് അവർക്ക് നഷ്ടമായി എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അത് പിന്നീട് അവർ വീട്ടണം എന്ന് നമുക്ക് കാണാം. ഏതിരുന്നാലും യഥാവിധത്തിൽ റമദാനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് യഥാവിധത്തിൽ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ശഅബാൻ അതിങ്ങനെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സന്തോഷത്തിന്റെ തിടുക്കത്തോടുകൂടി നമ്മളൊക്കെ അതിനെ കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ ആ റമദാനിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന യഥാർത്ഥ അറിവോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ആ റമദാനിലേക്ക് പ്രവേശിക്കുവാനും അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ രൂപത്തിൽ ആ റമദാനിൽ പ്രവേശിച്ച് റമദാനിനെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ആ റമദാനിന്റെ എല്ലാവിധ നന്മകളും അത് കരസ്ഥമാക്കി നാളെ സ്വർഗം നേടിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റമദാനിലെ നമ്മളുടെ നോമ്പുകൾ അത് ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങൾ, ഗുരുതരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ബർസഖ് ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളൊരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെ ഒക്കെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം
ഭരണമാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുത്ത് അവരെയും നമ്മളെയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ, കടബാധ്യതകളാൽ, രോഗങ്ങളാൽ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് സഹോദരന്മാർ അവരുടെയൊക്കെ എന്താണോ അവരുദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും ഖൈറായത് അല്ലാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബി اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد